വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. ഡ്രൈ ഹെയർ ആയിട്ടുള്ളവർക്കും ഡാൻഡ്രഫിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്കൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. പിന്നെ ഹെയർ ഫോളൊക്കെ കുറച്ച് മുടി നന്നായിട്ട് വളരാനായിട്ട് ഈ ഒരു ഹെയർ കെയർ വീഡിയോ നിങ്ങൾക്ക് സഹായിക്കും കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ പേര് ദീപ്തി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എന്താ ഹെയർ കെയർ എന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹോട്ട് ഓയിൽ മസാജാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് എസെൻഷ്യൽ ഓയിൽസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തേക്കുന്ന എസെൻഷ്യൽ ഓയിൽസ് എല്ലാം നാട്ടിൽ നിന്ന് പോന്നപ്പോൾ നൈക്കേന്ന് ഓൺലൈനായിട്ട് വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് എസെൻഷ്യൽ ഓയിൽസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ, ഏത് ബ്രാൻഡിൻ്റെ ആയാലും. അപ്പോൾ ഇത് ഞാൻ വീക്ക്ലി വൺസ് ഒക്കെയാണ് ചെയ്യാറ്. സമയങ്ങളിൽ വീക്ക്ലി ട്വൈസ് ചെയ്യാറുണ്ട്, അല്ലാത്തപ്പോൾ വീക്ക്ലി വൺസ് മാത്രമേ ചെയ്യാറുള്ളൂ. അതിൻ്റെ റീസൺ ഞാൻ പിന്നെ പറയാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളൊരു കുഞ്ഞി ബോൾ എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റീലിൻ്റെ ഒരു പാത്രം എടുക്കാം. നമ്മുടെ കയ്യിലുള്ളൊരു ചെറിയ പാത്രം എടുക്കുക. അതിലേക്ക് 2 ഡ്രോപ്സാണ് ഞാൻ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ എടുക്കുന്നത്. യൂസ് ചെയ്ത് നമ്മൾ ഹെയർ മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടി മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നന്നായിട്ട് വളരാനായിട്ടും സ്ട്രോങ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ ഡാൻഡ്രഫിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഒരു ഇച്ചിങ്ങൊക്കെ ഉണ്ടാവും. ആ ഇച്ചിങ്ങൊക്കെ മാറി ഡാൻഡ്രഫൊക്കെ മാറാനായിട്ടും ഹെൽപ്ഫുള്ളാണ്. അടുത്തതായി നമ്മൾ എടുത്തേക്കുന്നത് ലാവൻഡർ എസെൻഷ്യൽ ഓയിലാണ്. ഇത് 2 ഡ്രോപ്സ് അല്ലെങ്കിൽ 3 ഡ്രോപ്സ് എടുക്കാം. നമ്മുടെ ഹെയറിൻ്റെ തിക്നെസ് ഒക്കെ അനുസരിച്ചിട്ടാണ് കേട്ടോ ഇത് കൂടുതലോ കുറവോ എടുക്കേണ്ടത്. എസെൻഷ്യൽ ഓയിൽസൊക്കെ നമ്മൾ വളരെ കുറച്ച് എടുത്താൽ മതിയാവും. അപ്പോൾ ലാവൻഡർ ഓയിൽ പുതിയ മുടികളൊക്കെ കിളിർത്ത് വരാനും മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നന്നായിട്ട് വളരാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഡാൻഡ്രഫിൻ്റെ പ്രശ്നം, പേൻ ശല്യം, ഗീരിൻ്റെ ശല്യമൊക്കെ ഉള്ളവർക്ക് ഇത് നല്ലതാണ്. അടുത്തതായി നമ്മൾ എടുത്തേക്കുന്നത് ആർഗൻ ഓയിലാണ്. ഇതും നമുക്ക് 2 or 3 ഡ്രോപ്സ് എടുക്കാം കേട്ടോ. അപ്പോൾ എസെൻഷ്യൽ ഓയിൽസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആർഗൻ ഓയിലാണ്. കാരണം മുടി നല്ല ഫ്രിസ്സിയായി ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്കിതൊരു ഹെയർ സിറം പോലെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഹീറ്റ് പ്രൊട്ടക്ടറായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. ഹെയർ സ്റ്റൈലിങ്ങിൻ്റെ സമയത്ത് നമ്മൾ സ്ട്രൈറ്റ്നർ അല്ലെങ്കിൽ ഡ്രയറൊക്കെ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിത് ഒന്ന് ജസ്റ്റ് ഒരു കവർ ചെയ്ത് കൊടുക്കാം ഹെയറിൽ. അപ്പോൾ അതിന് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ നല്ല തിക്കായിട്ട് സ്ട്രോങ് ആയിട്ട് ഇരിക്കാനൊക്കെ നല്ല ഹെൽപ്ഫുള്ളാണ്. കളേർഡ് ഹെയറിലൊക്കെ ഇത് നല്ലതാണ് കേട്ടോ. മുടി പെട്ടെന്ന് പൊട്ടിപ്പോവാതിരിക്കാനൊക്കെ ഡ്രൈനെസ് ഒക്കെ മാറ്റാനൊക്കെ ഇത് നല്ലതാണ് കേട്ടോ. അടുത്തത് നമ്മൾ എടുത്തേക്കുന്നത് ടീ ട്രീ എസെൻഷ്യൽ ഓയിലാണ്. ഇതും അതെ 2 to 3 ഡ്രോപ്സ് വരെ നമുക്ക് എടുക്കാം. അപ്പം മുടിയുടെ പ്രധാന പ്രശ്നങ്ങളിലൊന്നായ ഡാൻഡ്രഫ്, അതുമൂലമുണ്ടാകുന്ന മുടി കൊഴിച്ചിൽ, സ്കാൾപ്പിലുണ്ടാകുന്ന ചെറിയ ചൊറിച്ചിൽ, ചെറിയ കുരുക്കൾ, ഓയിലി സ്കാൾപ്പ്, അതൊക്കെ മാറി നമ്മുടെ സ്കാൾപ്പ് നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കാനായിട്ട് ഈ ടീ ട്രീ ഓയിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് സഹായിക്കും. അപ്പോൾ ഞാനിപ്പോൾ 4 ടൈപ്പ് എസെൻഷ്യൽ ഓയിൽസ് ആണ് എടുത്തേക്കുന്നത്. എസെൻഷ്യൽ ഓയിൽസ് നമ്മൾ വളരെ കുറച്ച് എടുത്താൽ മതിയാവും. ഇതൊരു കാരിയർ ഓയിലുമായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ കാരിയർ ഓയിലായിട്ട് നമുക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം, ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കാസ്റ്റർ ഓയിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിലേതാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. ഞാൻ കാരിയർ ഓയിലായിട്ട് കൊക്കനട്ട് ഓയിലാണ് എടുത്തേക്കുന്നത്. 2 സ്പൂണിൽ താഴെ ആയിട്ട് മാത്രമേ ഞാൻ ഓയിൽ എടുത്തിട്ടുള്ളൂ. കാരണം ഇത് മിക്സാക്കി വരുമ്പോൾ ഒരുപാട് ഓയിലാവും. അപ്പോൾ ഞാനിപ്പോൾ ഓയിൽസൊക്കെ വളരെ കുറച്ചാണ് യൂസ് ചെയ്യുക. എൻ്റെ കുറച്ചൊരു ഓയിലി സ്കാൾപ്പാണ്. അതോടൊപ്പം തന്നെ ഡാൻഡ്രഫുള്ള സമയത്ത് നമ്മൾ ഒരുപാട് ഓയിൽ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഡാൻഡ്രഫ് കൂടാൻ ചാൻസ് ഉണ്ട്. ഈ ഓയിൽസൊക്കെ ഡാൻഡ്രഫിനെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ ഇത് ഹെയറിൽ നിന്ന് വാഷ് ചെയ്ത് ഫുൾ കളഞ്ഞിട്ടില്ലെങ്കിൽ അത് ഡാൻഡ്രഫ് കൂടാനായിട്ടുള്ള ഒരു ചാൻസ് കൂടി. നമുക്ക് നന്നായിട്ട് ഓയിൽ ഇടണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് വാഷ് ചെയ്ത് കളയണം. ഷാമ്പൂ 2 വട്ടമെങ്കിലും ഇട്ടിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാലാണ് ഹെയറിൽ നിന്ന് ഒരുപാട് ഓയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പോവുള്ളൂ. അപ്പോൾ അത് കുറച്ചൊരു ബുദ്ധിമുട്ടല്ലേ, 2 പ്രാവശ്യം ഷാമ്പൂ ഇടുക എന്ന് പറയുന്നത് ഹെയറിന് കുറച്ച് ഡാമേജ് ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഓയിൽ യൂസ് ചെയ്യുക. ഓയിലിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ വേണം, എന്നാലും ഓയിൽ ഹെയറിൽ ഇരിക്കാനും പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് ആണ് ഹെയർ ഓയിലിംഗ്. അപ്പോൾ ഞാൻ മാക്സിമം വീക്ക്ലി വൺസ് ആണ് ചെയ്യാൻ നോക്കാറ്. പിന്നെ ചില സമയങ്ങളിൽ എനിക്ക് ഓയിലിംഗ് ഇഷ്ടമാണ് ചെയ്യാനായിട്ട്, അപ്പോൾ വീക്ക്ലി ട്വൈസ് ചെയ്യാറുണ്ട്. ഓയിൽ ഇടുന്നത് മുടിക്ക് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഡാൻഡ്രഫ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓയിൽ നന്നായിട്ട് ഹെയറിൽ നിന്ന് വാഷ് ചെയ്ത് കളയണം, അത്രേ ഉള്ളൂ. അപ്പോൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ മുടി നന്നായിട്ട് ഷൈനി ആയിട്ട്, പിന്നെ നാച്ചുറൽ ലുക്ക് കിട്ടാനും, പിന്നെ നല്ലൊരു കണ്ടീഷണർ കൂടിയാണ്. മുടി നന്നായിട്ട് വളരാനൊക്കെ സഹായിക്കും, ഫ്രിസ് ഫ്രീ ആയി കിടക്കാനായിട്ടൊക്കെ സഹായിക്കും. അതല്ലെങ്കിൽ നമ്മൾ കാസ്റ്റർ ഓയിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതും നല്ലതാണ്. ഡാൻഡ്രഫിനൊക്കെ വളരെ നല്ല മുടി നന്നായിട്ട് വളരാനായിട്ടും പുതിയ മുടി
മുടികളൊക്കെ വരാനായിട്ടൊക്കെ കാസ്റ്റർ ഓയിൽ നല്ലതാണ് കേട്ടോ യൂസ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ഈ ഓയിൽസ് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. ഞാനിപ്പോൾ സൺലൈറ്റിലാണ് വെച്ചത്. ഒരുപാട് സമയം സൺലൈറ്റിൽ വെച്ച് ചൂടാക്കരുത്, കുറച്ച് സമയം വെച്ച് ചൂടാക്കുക. അപ്പോൾ നല്ല വെയിലുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ നമുക്ക് ഡബിൾ ബോയിലിങ്ങിലൂടെ ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഹെയർ വാഷിങ്ങിന് മുമ്പുള്ള എൻ്റെ ഹെയർ. 2 ദിവസമായിട്ട് ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നന്നായിട്ട് ഹെയർ മസാജൊക്കെ ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഞാൻ ഓയിലിട്ട് കൊടുക്കാൻ പോകുന്നത്. ഹെയർ ഓയിലിങ്ങിൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ മുമ്പ് കുറേ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഒന്നും പറയുന്നില്ല കേട്ടോ. ജസ്റ്റ് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് സ്കാൾപ്പിൽ ഓയിൽ കുറേശ്ശെ ഇട്ട് കൊടുത്ത് മസാജ് ചെയ്യാം. അപ്പോൾ എല്ലായിടത്തും സ്കാൾപ്പിൽ എത്തുന്നില്ലേന്ന് നോക്കുക, ഓയിൽ എല്ലാ ഭാഗത്തേക്കും എത്തുന്നില്ലേന്ന് നോക്കണം കേട്ടോ. എന്നിട്ട് വേണം നന്നായിട്ട് മസാജ് ചെയ്യുക. ഒരു 10-15 മിനിറ്റോളം ഞാൻ നന്നായിട്ട് ഹെയർ മസാജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഫോർവേഡ് ഇട്ട് കാണുന്നതുകൊണ്ടാണ് കേട്ടോ സ്പീഡിൽ ഇങ്ങനെ ഇട്ട് കാണിക്കുന്ന പോലെ. ഞാൻ വളരെ സോഫ്റ്റായിട്ട് പതുക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ഹെയറിൻ്റെ എൻഡിലും ഓയിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും അതേ സ്കാൾപ്പിലും ഹെയറിൻ്റെ എൻഡിലുമാണ് ഓയിലിട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ ഹെയറിൻ്റെ ഒരു ഡ്രൈനെസ്സും അതൊക്കെ മാറും, സ്പ്ലിറ്റൻസൊക്കെ വരാതിരിക്കാനും നല്ലതാണ് കേട്ടോ. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഹെയർ ഓയിൽ ഇട്ടിട്ട് ഒരുപാട് സമയം ഞാൻ വെയിറ്റ് ചെയ്യാറില്ല. മാക്സിമം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ അതിനുള്ളിൽ ഞാൻ കുളിക്കാറുണ്ട്. കാരണം ഒരുപാട് സമയം ഓയിൽ ഇട്ടിരുന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിർദോഷം വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ തണുപ്പുള്ള രാജ്യമായതുകൊണ്ട് തന്നെ എപ്പോഴാണ് എന്താ വരാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രിക്കോഷൻ എന്ന നിലയ്ക്ക് ഒരുപാട് ഓയിൽ ഇടാറില്ല, ഒരുപാട് ഓയിലിട്ട് വെയിറ്റ് ചെയ്യാറുമില്ല. പിന്നെ നമ്മൾ ഹെയർ വാഷിന് വേണ്ടിയിട്ട് ഷാമ്പു യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടീഷണറിന് പകരമായി ഹെയർ മാസ്കാണ് യൂസ് ചെയ്തത്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് കണ്ടീഷണർ ഞാൻ യൂസ് ചെയ്യാറില്ല, ഹെയർ മാസ്കാണ് ഇടാറ്. കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഹെയർ ഫോൾ കൂടുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ ഷാമ്പു യൂസ് ചെയ്തതിന് ശേഷം ഹെയർ മാസ്കാണ് ഇപ്പോൾ ഇടാറ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇന്നത്തെ വീഡിയോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും കൂടെ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.